നിങ്ങൾക്ക് നിങ്ങളെ ചെങ്ങായിമാരെ കൂടെ കറങ്ങാനും അവരുടെ കൂടെ ഇരിക്കാനും സമയമുണ്ട്. എന്നെ കൊണ്ടൊന്ന് പുറത്തു പോകാനോ ഞാൻ എന്തേലും പറഞ്ഞാലാണ് സമയമില്ലായ്മ. ഞാൻ എൻ്റെ കെട്ടിയവനോട് ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞൊരു കാര്യമായിരിക്കും ഇത്. എൻ്റെ കെട്ടിയവനെ പോലെ ഫ്രണ്ട് സർക്കിൾ കുറച്ച് കൂടുതലുള്ള പൊണ്ടാട്ടിമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാവും. ഈ പരാതി എപ്പോഴാണ് മാറിയെന്നറിയോ? ഇവന്മാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞതോടെ 10 പേരടങ്ങുന്ന അവരുടെ ഇടയിലേക്ക് ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളും കൂടി വന്നതോട് കൂടിയിട്ട് ആ സർക്കിൾ ഒന്നുകൂടെ വലുതായി. വീടുകളൊക്കെ തൊട്ടടുത്താണേലും എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടേ ഒന്നെങ്കിൽ വല്ല കല്യാണം വരണം, അതും അല്ലെങ്കിൽ ഇക്കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഒന്ന് പ്രസവിക്കണം. പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പലർക്കും പല ജോലിയാണ്, പല ദിക്കിലാണ്, എല്ലാവർക്കും ഒരേ സമയം എത്തിപ്പെടാൻ പ്രയാസവുമാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് ഒത്തുകിട്ടി. പിന്നൊന്നും ആലോചിച്ചില്ല, നമുക്കൊന്ന് കൂടിയാലോ എന്ന ചർച്ച ആദ്യം ഗ്രൂപ്പിലിട്ടതും ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ. വയനാട് അമ്പലവായിലുള്ള ഇവോറ റിസോർട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അന്നൊരു ദിവസം വെക്കലും വിളമ്പലും എന്തിന് മക്കളെ നോക്കൽ വരെ കെട്ടിയോമാർക്കുള്ള ഡ്യൂട്ടിയാണെന്ന് മുൻകൂട്ടി അങ്ങ് തീരുമാനിച്ചു. രാവിലെ നേരത്തെ എണീറ്റ് ചായക്ക് എന്തുണ്ടാക്കണം എന്നുള്ള ടെൻഷൻ ഇല്ലാതെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ എണീക്കണല്ലോ എന്ന് ആലോചിക്കാണ്ട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചോ ചെയ്തു തീർക്കേണ്ട ജോലിയെ കുറിച്ചോ ആലോചിക്കാതെ പരസ്പരം പാടിയും കഥ പറഞ്ഞും ചിരിച്ചും രസിച്ചുമുള്ളൊരു രാവും പകലും ഭയങ്കര രസമായിരുന്നു. വീട്ടുകാരായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ യാത്രയും ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലാണ്. ചെങ്ങായിമാരെ കിട്ടിയാൽ കെട്ടിയോളെ വേണ്ടെന്ന് പറഞ്ഞ ഞാനിന്ന് അതേ ഫ്രണ്ട് സർക്കിളിൽ രംഗമാവുന്നു. സൗഹൃദത്തിനപ്പുറം ഞങ്ങൾക്കിടയിൽ നല്ല ബന്ധമുണ്ടാവും. പരസ്പരം സന്തോഷം പങ്കുവെച്ചും സങ്കടങ്ങൾ പറഞ്ഞു തീർത്തും സഹായങ്ങൾ ചെയ്തും ഇവർ ഇത്ര ഭംഗിയിൽ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോഴേ ഞാൻ എന്താ ഓർക്കാറെന്നറിയാവോ? തമ്മിൽ കണ്ടാൽ തല്ലുകൂടിയും ചളി വാരി എറിഞ്ഞും കണ്ടാൽ മുഖം തിരിച്ചു നടക്കുന്നവർക്കിടയിലെ ഇങ്ങനെയുള്ള കുറച്ച് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ഒരു അനുഗ്രഹം തന്നെയല്ലേ?